എങ്ങനെ ഇനി ഈ സന്ദർശനത്തിലൂടെ എങ്ങനെ ഇനി അങ്ങോട്ടുള്ള രക്ഷാപ്രവർത്തനം കൊണ്ടുപോകാൻ പറ്റും? അല്ല, ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമ്മൾ തറവായിട്ടുണ്ട്. എല്ലാ ഏരിയയിലും നമ്മുടെ ടീംസ് ഉണ്ട്. എല്ലാ ഏരിയസിലും മെഷർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുകയാണ്. 2-3 ദിവസത്തിനകത്ത് ഭംഗിയായിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏറ്റവും മുകളിലെത്തിയല്ലോ ഈ ദുരന്തത്തിൻ്റെ പ്രഭാവ കേന്ദ്രത്തിൽ. അത് അപ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തുന്നത് ഫസ്റ്റ് ടൈം ഈ ദുരന്തത്തിന് ശേഷം. എങ്ങനെയാണ് അതിൻ്റെ ഒരു തീവ്രതയും ഒപ്പം ഇനി എങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു വിലയിരുത്തലേക്ക്? ഇപ്പോൾ നമ്മൾ നിങ്ങളെത്തിയ ലാസ്റ്റ് പോയിന്റ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഓൾറെഡി തന്നെ ആർമിയുടെ ടീമുണ്ട്, SOGയുടെ ടീമുണ്ട്. അവരെല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അവിടെ ഞങ്ങൾക്ക് ലോക്കൽ ഗൈഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ഇനി അതിനപ്പുറത്തോട്ടൊരു ഒരു ഒരു സാധനം ഇല്ല, വേറെ ഹാബിറ്റേഷൻസ് ഒന്നുമില്ല. ഇതുവരെയുള്ള ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആ ഭാഗത്ത് തകർന്ന വീടിൻ്റെ ഭാഗത്ത് അടുത്ത ഈ മുണ്ടക്കൈ കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടുള്ള മെഷീനറി കൊണ്ടുപോയിട്ട് ആ ഭാഗം കൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് മുകളിലേക്ക് ഇനി താഴെയാണ് പരിശോധന നടക്കേണ്ടത്? അതെ, താഴെ. അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി മുണ്ടക്കൈ മേഖലയിലാണ്. ഇന്നിപ്പോൾ പുഞ്ചിരിമറ്റം ഉൾപ്പെടെയുള്ള ഈ പ്രഭവ കേന്ദ്രത്തിന് അടുത്തുള്ള പ്രദേശങ്ങളിലാണ് ADGP സന്ദർശനം നടത്തി. അതൊരു പരിശോധന നടത്താനുള്ള കാരണം തന്നെ ഇനി ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തണോ എന്നുള്ളത് പരിശോധിക്കാനായിരുന്നു. അവിടെ മുഴുവൻ ഈ പ്രാദേശികമായുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഈ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ SP ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ ഒരു പരിശോധനയിൽ. ആ പരിശോധന പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ഇനി മുണ്ടക്കൈ ടൗൺ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ മെഷീനറി, അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടക്കുക. അതിന് താഴോട്ടേക്ക് ആയിരിക്കും ഇനി കൂടുതൽ തെരച്ചിൽ. കാരണം മുകളിലോട്ട് ഇനി ആരെയും കണ്ടെത്താനുള്ള സാധ്യതയില്ല. അവിടെ കുറേ വീടുകൾ നേരത്തെ ഒഴിഞ്ഞിരുന്നു എന്ന് പ്രാദേശികമായി അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ ADGP ബോധ്യമായി. നമ്മളും ആ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ADGPയുടെ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ഏക ദൃശ്യമാധ്യമം റിപ്പോർട്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു റോഷിപാൽ. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ADGPയുടെ വാഹനത്തിൽ നിന്നും തത്സമയമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് ഇപ്പോൾ ADGPയും ഒപ്പം തന്നെ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുകൾ ഭാഗത്തോട്ട് ഇനി വലിയ ഹാബിറ്റേഷൻ ഇല്ല എന്നാണ് ADGP പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് ഇനി ആ മുകൾ ഭാഗം മുതൽ താഴ്ന്ന ഭാഗം വരെ പോലീസിൻ്റെയും ആർമിയുടെയും സാന്നിധ്യം എത്തിക്കഴിഞ്ഞു. ADGPയുടെ വാഹനത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് അതിൻ്റെ ടോപ്പ് പൊസിഷനിലാണ് ഇപ്പോൾ ADGPയും റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും ഉള്ളത്. പ്രേക്ഷകർക്ക് കാണാം. മലയുടെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വാർത്താ സംഘം ADGPക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ADGPയുടെ നേതൃത്വത്തിലുള്ള പോലീസിൻ്റെ കമാൻഡോ സംഘവും ആർമിയും ചേർന്നാണ് പടവെട്ടിക്കുന്നിലുള്ള 4 പേരെ കണ്ടെത്തി അവരെ തിരികെ സുരക്ഷിതമായി അവരുടെ ബന്ധുവീട്ടിൽ എത്തിച്ചിരിക്കുന്നത് എന്ന ആശ്വാസ വാർത്ത കൂടി ഈ ദുരന്ത ഭൂമിയിൽ നിന്നും നമ്മൾ പ്രേക്ഷകർക്ക് നൽകുകയാണ്. അല്പസമയം മുമ്പാണ് ഈ വിവരം എത്തിയത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ഏറ്റവും മുകളിലുള്ള പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ADGPയുടെ നേതൃത്വത്തിലുള്ള സംഘം മറ്റിടങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. വഴിയിലുടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വലിയ ഹിറ്റാച്ചി മെഷീനുകളും JCB മെഷീനുകളും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. പോലീസിൻ്റെ സംഘത്തോടൊപ്പമാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘവും ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുരന്ത മേഖലയിലേക്കുള്ള യാത്രയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്ത ഭൂമിയിൽ ADGP, കേരള പോലീസ് കമാൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണിപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കേരള പോലീസും ആർമിയും ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയുടെ ഏറ്റവും ഉയർന്ന പ്രതലത്തിലെത്തിയിട്ടുണ്ട്. അത് ഈ പുഞ്ചിരിമട്ടത്താണ്. പുഞ്ചിരിമട്ടത്ത് ഇനി ദുരന്തമുണ്ടായ സ്ഥലത്ത് ഏറ്റവും ലാസ്റ്റ് വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ADGPയും സംഘവും തിരികെ വരുന്ന ദൃശ്യമാണ്. അവിടെ ഉള്ള മുഴുവൻ ആളുകളെയും രക്ഷിച്ചു. ഇനി താഴേക്ക് ഉള്ള ഭാഗത്തേക്കാണ് ഇവിടെ. റോഷിപാൽ, ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ദുരന്തമുണ്ടായ സ്ഥലത്തതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ തന്നെയാണ്, പുഞ്ചിരിമട്ടം അല്ലേ? അരുൺകുമാർ, ഇപ്പോൾ പുഞ്ചിരിമട്ടം നമ്മൾ താഴോട്ടേക്ക് ഈ പരിശോധന പൂർത്തിയാക്കി ADGPയും സംഘവും. ഇതിൽ സ്പെഷ്യൽ ഗ്രൂപ്പ് കമാൻഡൻറ്റ് SP കൂടെ ഉണ്ട്. SP അസം സ്വദേശിയാണ്. അദ്ദേഹം തപോഷ് ആണ്, IPS. അദ്ദേഹത്തിൻ്റെ സംഘമാണ് ഈ മേഖലയിൽ ആദ്യം എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിനും പ്രാധാന്യമുണ്ട്. ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണല്ലോ ആദ്യം ഈ മേഖലയിൽ, ദുരന്ത മേഖലയിൽ എത്തിയത്. അതിന് നയിക്കുന്ന SP എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ആ സമയത്ത് തുടക്കത്തിലെ രക്ഷാപ്രവർത്തനം? ആ സമയത്ത് നമുക്ക് വിവരം കിട്ടിയതിന് ശേഷം അവിടെ തന്നെ നമ്മൾ വയനാട് ടീം, സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീം, ഒരു 20 പേരുള്ള ഒരു ടീം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ആ സമയം ഫ്ലോ കൂടുതലായത് കൊണ്ട് ഈ അപ്പുറത്തെ സൈഡിൽ നമുക്ക് എത്താൻ കഴിയില്ലായിരുന്നു. സോ നമ്മുടെ ടീം ഒപ്പം ഒരു ഹൈ റൈസിങ് ഏരിയയിൽ പോയിട്ട് ഒരു റോപ്പ് വെച്ചിട്ട് കയറി വന്നു. അതിനുശേഷം കുറച്ച് റെസ്ക്യൂ ഒക്കെ നടക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ നേരത്തെ ടീം ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്. അതെ, ആദ്യത്തെ വന്ന ഫോഴ്സസ് ആണ് നമ്മുടെ ടീമാണ് വന്നത്.
നേരത്തെ ഭൂമിശാസ്ത്രം അറിയുന്നതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അതെ അതെ, ഇവിടെ ഈ മേഖലയിൽ ഓൾറെഡി നമ്മൾ കുറേ ഓപ്പറേഷനൊക്കെ മുന്നേ നടത്തിയത് കൊണ്ട് നമ്മുടെ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ ആളുകൾ ഈ മേഖലയിലെ കാര്യങ്ങൾ അറിയായിരുന്നു. അതുകൊണ്ടാണ് എവിടെ നിന്ന് കയറാൻ പറ്റുമോ അതൊക്കെ നോക്കിയിട്ട് അവർ കയറി കുറേ പേരെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അരുൺകുമാർ, കഴിഞ്ഞ 4 ദിവസമായി ഈ മുണ്ടക്കൈ മലമുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിൻ്റെ ഈ ഒരു ടീം സ്പെഷ്യൽ ഓപ്പറേഷൻ, അത് മാവോയിസ്റ്റുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നിയമിച്ച ടീമാണ്. അവർക്ക് ഈ ഭൂപ്രദേശം കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ദിവസവും നിരീക്ഷണം നടത്തുന്നതുകൊണ്ട് അവർക്ക് എളുപ്പമായിരുന്നു. അവരുടെ സംഘത്തെ നയിക്കുന്ന SP യുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഏതായാലും കൃത്യമായ രക്ഷാപ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. ഇനി ഏതായാലും മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും നടക്കുക എന്ന് ADGP വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് തന്നെ ADGP സർക്കാരിന് കൈമാറുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ന് തന്നെ ADGP MR അജിത് കുമാർ കൈമാറുക. അവിടെയുള്ള സാന്നിധ്യം, എത്രത്തോളം ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, ഇനി രക്ഷാപ്രവർത്തനം ആ മേഖലയിൽ ഏറ്റവും മുകളിൽ പുഞ്ചിരിമറ്റം മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തണോ എന്ന കാര്യത്തിലുള്ള റിപ്പോർട്ടാണ് ADGP MR അജിത് കുമാർ ഉടൻ കൈമാറുക സംസ്ഥാന സർക്കാരിന്.